ഇപ്പം എനിക്കറിയാവുന്ന പല എൻ്റെ പരിചയത്തിലുള്ള പല സുഹൃത്തുക്കളും വീട് വരെ പണയം വെച്ചിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടുവന്ന് എമൗണ്ട് ഇട്ടിരിക്കുന്നത്. പക്ഷേ സത്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ പൈസ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിനാണ് ഞാനുമായിട്ട് അറിയുന്നത് ശരിക്കും പറഞ്ഞത്. അപ്പോൾ അവരുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവർക്ക് വ്യക്തമായിട്ടുള്ള നോളജ് പോലും കിട്ടുന്നില്ല. ശരിക്കും ഒരു ബേസ് പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു ധാരണ കൊണ്ട് മാത്രമാണ് ചെയ്തത്. അപ്പം ഇങ്ങനെയുള്ള ആളുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടം വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കൃത്യമായിട്ട് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതില് ആളുകൾക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ പഠിപ്പിക്കുന്ന അക്കാദമികൾക്ക് ഇതിന്റെ ത്രെഡ് എവിടെയാണെന്ന് അറിയൂ. അത് കൃത്യമായിട്ട് പറയുന്നില്ല. അപ്പൊ പറയുന്നില്ല എന്നുള്ളതല്ല, അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഞാനത് ഓപ്പൺ ആയിട്ട് പറയാം. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ സ്ട്രാറ്റജികളിൽ ഫോക്കസ് ചെയ്യുന്ന അക്കാദമികൾ ഉണ്ടെങ്കിൽ എൻറ്റയർലി ഇവര് ഒന്നും കൂടി ചെയ്യുന്നത്. അപ്പൊ ഇവർ ഓൾറെഡി പഠിച്ചിട്ടും ഫെയിലിയർ ആകും. നേരത്തെ എൻ്റെ അടുത്തൊരു കാര്യം ചോദിച്ചില്ലേ, എന്താണ് ചലഞ്ച് എന്ന്. പഠിച്ചിട്ടും ഫെയിലിയർ ആകുന്ന ആളുകളെ കോപ്പപ്പ് ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള സംഗതി. കാരണം അവരെ കണക്ട് ചെയ്ത് കൊടുക്കണം, സ്ട്രാറ്റജികളിൽ നിന്ന് വിടിയിക്കണം. അതിനുശേഷം മണി മാനേജ്മെന്റ് കണക്ട് ചെയ്യണം. വൺസ് മണി മാനേജ്മെന്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ സ്റ്റാർട്ട് ചെയ്തതിന്റെ താഴെ നിൽക്കുന്നില്ലല്ലോ. അത് തന്നെയല്ലേ സക്സസ് എന്ന് പറയുന്നത്. ആ സക്സസിനെ ഒന്ന് ഷാർപ്നെസ് കൂട്ടാൻ വേണ്ടി മാത്രമേ നോളജ് യൂസ് ചെയ്യാവൂ.